ബേസിക്കലി ഇതെല്ലാം ഒരു ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മളുടെ ഒരു ലാസ്റ്റ് 50 ഇയേഴ്സ്, പ്രത്യേകിച്ച് ലാസ്റ്റ് 25 ഇയേഴ്സ് ജീവിതശൈലിയിൽ വളരെയധികം ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം അതില് ഫുഡുണ്ട്, എക്സർസൈസ് കുറവാണ്, ഫുഡിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്, പിന്നെ പ്രോസസ്ഡ് ഫുഡ് പ്രത്യേകിച്ച് കൂടുതലും ന്യൂട്രിഷൻ എസൻഷ്യൽ ന്യൂട്രിഷൻ ഒക്കെ തീരെ കുറവും, അതേസമയത്ത് ഹൈ കാലറി ഡയറ്റ് കൂടുതലായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ കാരണങ്ങൾ കൊണ്ടാണ് ഇത് കൂടുന്നത്. ജനറലി ഇതിൽ ഈ ഹാർട്ട് ഡിസീസിനാണേലും ഏത് ജീവിതശൈലി രോഗത്തിനാണെങ്കിലും ഒരു ജനറ്റിക് ഫാക്ടർ ഉണ്ട്, ജീവിതശൈലി ഭാഗമുണ്ട്. അപ്പൊ അതില് ജനറ്റിക് ഫാക്ടർ ഉണ്ടാവാം. ഇപ്പം അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടെന്നും കരുതി വന്നിട്ടുണ്ടെന്നും കരുതി മക്കൾക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അത് നമ്മളവിടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അതിന്റെ ഈ ജനറ്റിക്സിനേക്കാളും ഇൻ എ വേ അതിന്റെ ഈക്വലി ഓർ മച്ച് മോർ ഇമ്പോർട്ടന്റ് ആണ് ഈ എപ്പിജനറ്റിക് ഫാക്ടേഴ്സ്. അപ്പം ജനറ്റിക് അതവിടെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അതെങ്ങനെയാണ് ആ ജനറ്റിക്സ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. അതായത് അതൊരു രോഗത്തിലേക്ക് വരിക എന്നുള്ളത്. അപ്പൊ അവിടെ വെച്ച് നമ്മളത് കറക്റ്റ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ ഹാർട്ട് ഡിസീസ് ഒക്കെ റൺ ചെയ്യുന്നവർക്കും അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ.